ഇതാ കണ്ട മാവ് പൂത്തത്. ആദ്യത്തെ മാങ്ങേണ്ടത്. ഇതിലൊരു 10-15 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ 3 പറിച്ചു, ബാക്കിയുള്ളതാണിത്. പിന്നെ ഇതാ ഇതിൻ്റെ ഉള്ളോട്ടൊക്കെ ഉണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണിക്കാൻ കാരണം എന്താ അറിയാം, ഇതാ കണ്ടോ നല്ല വലിയ മാങ്ങ കൊലകളായിട്ട് ഇതാ ഇവിടെ ഒക്കെ ഉണ്ട്. കണ്ടോ പൂക്കൾ കണ്ടോ, ഇതിപ്പോൾ പൂത്തതാണ്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാത്രം പൂത്ത പോലെ ഉണ്ടായിരുന്നു. കാരണം ഈ ഭാഗത്ത് മാത്രം മാങ്ങതാ ഇങ്ങനെ നിറച്ചുണ്ടായി കേട്ടോ. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞതിൽ വിപരീതമായിട്ട് ഇപ്പം മാവ് നിറയെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേലേക്കൊന്നും പൂത്തിട്ടില്ലെന്ന്. കണ്ടോ ഇഷ്ടം പോലെ പൂക്കളെ. അപ്പുറത്തെ ഭാഗത്ത് പൂത്തിട്ടില്ല, അപ്പുറത്തും പൂത്തിട്ടില്ല. കുട്ടികളെന്നും വരും മാങ്ങയ്ക്ക്. പക്ഷേ പിന്നെ കല്യാണമായിട്ട് ഇപ്പോൾ പറിക്കേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തരാമെന്നൊക്കെ പറഞ്ഞ് നിർത്തി വെച്ചതാണ്. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾ മാങ്ങയ്ക്കല്ല വന്നത്, ഞങ്ങൾ പിന്നെ ചാമ്പക്ക പറിക്കാനാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു മോളടുത്ത് ഞാൻ പറഞ്ഞു ഒരു മാങ്ങ പറിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പം പറഞ്ഞു വലുതായിക്കോട്ടെ എന്നിട്ട് കൊടുക്കാമെന്ന്. അപ്പം മക്കൾക്ക് നല്ല ബുദ്ധിയുണ്ട്. കാരണം എന്നും വൈകുന്നേരം വന്നിട്ട് ബെല്ലടിക്കും. ബെല്ലടിച്ചാൽ ഞങ്ങളിവിടെ ഇല്ല, വാതിൽ തുറക്കാഞ്ഞാൽ ഞങ്ങളിവിടെ ഇല്ല എന്ന് വിചാരിക്കും. എന്നിട്ട് ഓടി മാവിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകും. അപ്പം ഞാൻ ആരാ ഇത് എന്ന് ചോദിക്കുമ്പോൾ ഓടും. പക്ഷെ അവർക്ക് മാങ്ങ കൊടുക്കണം. കാരണം മാങ്ങ ഇങ്ങനെ ഇത്ര ഇതിൽ പൂത്തത് ഇവിടെ എവിടെ അടുത്ത് കണ്ടിട്ടില്ല. അപ്പുറത്തേക്കൊക്കെ പൂത്തുണ്ട്, വലിയ മാവാണ്. അപ്പോൾ ഓരോരുത്തർ അവർക്ക് കൊടുക്കണം. ഒരു 5-6 മക്കളുണ്ട്, ആൺകുട്ടികളാണ്. അങ്ങനെയല്ല പറയുന്നത്, ഓരാണല്ല മാവിനെറിയാനും ഇതിനൊക്കെ മുൻപന്തിയിലുണ്ടാകുക. അപ്പോൾ ഈ പ്രാവശ്യം എന്താണോ ഇങ്ങനെ പൂത്തതെന്നാവോ. കാരണം ആദ്യത്തെ ട്രിപ്പാണിത്. ആദ്യത്തെ ട്രിപ്പ് അവിടെ 5-8 കൊല ഉണ്ടായിരുന്നു, അതിൽ കൊഴിഞ്ഞു പോയിട്ട് കിട്ടിയതാണ് ഇപ്പം അത്. ഇപ്പം അതാ ഇപ്പം പൂത്തതാണ്. ഇപ്പം ഇതൊന്നും പൂക്കളുണ്ട് വെച്ചിട്ട് ഇങ്ങനെ മാങ്ങ കിട്ടിക്കോളണം എന്നില്ല കേട്ടോ. ഇത് അതിലൊക്കെ നല്ല നിറയെ പൂക്കളാണ്, മേലോട്ടേക്ക് നിറച്ചും. പിന്നെ ഇത് എൻ്റെ വീട്ടിലത്തെ പിന്നെ മാവിൻ്റെ ഒരു ഇത് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തുണ്ടായിരുന്നു ഇതേപോലെ ഒരു മാവ്. ഞങ്ങളെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ അത്. എല്ലാവരും മുറിക്കണം എന്നൊക്കെ പറയുന്നു, പക്ഷേ അവിടെ വെച്ചതാണ്. ഇനി അങ്ങനെ മുറിക്കാൻ തോന്നാത്തത് കൊണ്ട് അങ്ങനെ അവിടെ വെച്ചു. അപ്പം ആ കൊല്ലം തന്നെ പൂക്കുകയും ചെയ്തു. ചിലർ പറയുന്നതൊക്കെ മാവിനെ പേടിപ്പിച്ചാൽ മാങ്ങ ഉണ്ടാവും, മുറിക്കുമെന്ന് പറയും, കൊത്തി വെച്ചാലൊക്കെ ഉണ്ടാവും. മുറിക്കണം എന്ന് പറഞ്ഞ മാവാണിത്. ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു ടെറസിൻ്റെ മേലെ, വീടിൻ്റെ മേലേക്ക് ഇങ്ങനെ മാങ്ങ നിൽക്കണം. അപ്പോൾ അതേതായാലും സാധിച്ചു. പിന്നെ എൻ്റെ വീട്ടിലത്തെ മാങ്ങ നല്ല നല്ല ടേസ്റ്റുള്ള മാങ്ങകൾ അതൊക്കെ പോയിട്ട് മുറിച്ചിട്ട കർപ്പൂര മാങ്ങ ഉണ്ടായിരുന്നു. അതിൻ്റെ മാങ്ങാണ്ടിക്ക് തീരെ ഇതുണ്ടാവില്ല, നന്നായിട്ട് കടിച്ച് വച്ചിട്ട് തിന്നാം. പിന്നെ ശർക്കര മാവ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു നീല കളർ മാങ്ങ ഉണ്ടായി. അച്ചച്ചൻ ഏതോ കാലം എവിടെയോ ദൂരെ പണിക്ക് പോയിട്ട് കൊണ്ടുവന്ന് കുഴിച്ചിട്ട മാവ്. പക്ഷെ ആ മാവൊന്നും ഇപ്പം ഞങ്ങളെ വീട്ടിലില്ല. ഇപ്പോൾ ഒരു മാവുണ്ട്, അത് ആ വലിയ എന്താ ആ മാങ്ങയ്ക്ക് എന്താ പറയുക, ഇങ്ങനെ വലിയ ബോള് പോലുള്ളൊരു മാങ്ങ അതുണ്ട്. പിന്നെ അനിയൻ ഇപ്പം ചെറുത് തൈ വാങ്ങി കുഴിച്ചിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ വർഷം ഒരു മാങ്ങ ഉണ്ടായി. പക്ഷെ ഇങ്ങനെ മാങ്ങ ഞങ്ങൾ സ്കൂളിൽ പോണ കാലത്തൊക്കെ സ്കൂളിൽ പോണ ഞങ്ങളൊക്കെ ഹൈസ്കൂളിലൊക്കെ ആയ സമയത്ത് ഇതുപോലെ അച്ഛൻ മാങ്ങ പറിച്ചിട്ട് പഴുപ്പിക്കാൻ വെക്കും. അതിൽ ചപ്പങ്ങാന്ന് പറയും, അതിൻ്റെ ഇല വൈക്കോലൊക്കെ വെച്ചിട്ട് ചാക്കിൽ കെട്ടി വെക്കും. എന്നിട്ട് ഞങ്ങളിങ്ങനെ ഓരോ ദിവസം കെട്ടയച്ചിട്ട് പോയിട്ട്, അപ്പം നല്ല ഓറഞ്ച് കളറായി ഉണ്ടാവും മാങ്ങ. അത് ഈ മാങ്ങയാണ്. എന്നിട്ട് ഞങ്ങൾ ഓരോരുത്തർ അറിയാതെ, അപ്പം അച്ഛൻ വന്ന വൈകുന്നേരം നോക്കും. അപ്പോൾ പറയും ഇതിൽ മാങ്ങ ആരോ എടുക്കണമല്ലോ അറിയാം. അപ്പം ഞങ്ങൾക്ക് പേടിയാവും. അപ്പോഴേക്കും അമ്മ പറയും അത് ആരെടുക്കാനാന്ന് ചോദിക്കുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങനത്തെ ഒക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. ഞങ്ങളെ വീട്ടിൽ എത്ര ആൾക്കാർ മാങ്ങയ്ക്ക് വരികയെന്ന് അറിയാം. നീലിടാ ഒരു മാങ്ങ തരുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എനിക്ക് ദേഷ്യം വരും. ഞാൻ പറയും എന്തിനാ അച്ഛൻ അപ്പോഴേക്ക് പറിച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ പറയും എന്തിനാ ഓൽക്കൊക്കെ മാങ്ങ കൊടുക്കണ ചോദിക്കും. പറയും ഓലെ വീട്ടിലില്ലാത്തതുകൊണ്ടാണ് നമ്മളെ വീട്ടിലേക്ക് വന്ന് ചോദിക്കുന്നത് അറിയും. എന്നിട്ട് അച്ഛൻ മാങ്ങ ഒക്കെ പറിച്ച് കൊടുക്കും, അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കും. മാങ്ങ ഉണ്ടാവും, കിഴങ്ങൊക്കെ പറിച്ചത് അതൊക്കെ അച്ഛൻ കൊടുക്കുമായിരുന്നു. ചക്ക, ഞങ്ങൾക്കൊരു ചെറിയ മാവുണ്ട് കേട്ടോ, അതും പൂത്തിട്ടുണ്ട് ഈ കൊല്ലം. പിന്നെ നന്നായിട്ട് പൂത്ത് കായായിട്ടുണ്ട്, നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. അതവിടെ ഇന്നലെ ഞാൻ അറിയാതെ ഇന്ന് സന്തോഷിച്ചു പോയി. ആ റംബൂട്ടാൻ്റെ തൂമ്പിൽ തന്നെ ആ മാവിൻ്റെ പൂവ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു റംബൂട്ടാൻ പൂത്തതാണ്. ചെറിയ മാവിലത്തെ മാങ്ങ ഫുൾ അപ്പുറത്തേക്കാണ്. അവിടുത്തെ ചെറുതിങ്ങനെ പറയും. എന്നിട്ട് ഇന്നാൾ ഞാൻ പിടിച്ചിട്ടൊന്ന് അവളെക്കൊണ്ട് പറപ്പിച്ച് നല്ല സന്തോഷമായി. പിന്നെ ആ മാവിന് ഇതേപോലെ തന്നെ ചെറുതാകുമ്പോൾ തന്നെ പൂവിട്ട് കഴിഞ്ഞ വർഷം
നല്ല മാങ്ങ. ആ വീഡിയോ ഞാൻ മുന്നത്തേൽ ഇട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ ഈ പ്രാവശ്യം അപ്പുറത്തേക്ക് ആദ്യം പൂത്ത് വലിയ മാങ്ങ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അതൊക്കെ ഉണ്ട്. അതിലും ലാവാണ് ഇപ്പോൾ. ലാവ് മുറിക്കാനുള്ളതാണ്, കാരണം വീടിനോട് അടുത്തായതുകൊണ്ട് അത് മുറിക്കും. എന്നാലും ആ മാവിൻ്റെ ഇതിൻ്റെ കൊമ്പുകളൊക്കെ ഞങ്ങൾ ഇന്നാൾ മുറിക്കാൻ നോക്കി, പക്ഷേ മുറിക്കാൻ തോന്നില്ല. ഒരു ചക്ക ഉണ്ടാവാൻ പണ്ട് ഇവിടെ ഒരു മാവുണ്ടേനി. പണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു മാവുണ്ടേനി. അത് അപ്പുറത്തെ ടെറസിലേക്ക് ഇനി മാങ്ങ ഉണ്ടായത്. പിന്നെ അനിയൻ്റെ വീട്ടിലെ ടെറസിലേക്ക് അത് ഒളോർ മാങ്ങയായിരുന്നു. നല്ല കൊലകൊലയായിട്ട് ഇഷ്ടം പോലെ മാങ്ങ ഉണ്ട്. അത് ബാത്റൂം എടുക്കാൻ വേണ്ടിയിട്ട് അത് മുറിച്ചിട്ട് എൻ്റെ മക്കൾ ഭയങ്കര കച്ചറ ഉണ്ടാക്കി. എന്താ വെച്ചാൽ അത്രയ്ക്ക് മാങ്ങ ഉണ്ടാവും. ഇവിടെ അടുത്തൊന്നും അങ്ങനെ മാങ്ങ ഉണ്ടാവില്ല. അങ്ങനെ ഇതിൽ നിറച്ചും മാങ്ങ ഉണ്ടാവും. അത് കൊലകൊലയായിട്ട് നമുക്ക് ടെറസ് മുന്നിലേക്കൊക്കെ ഇങ്ങനെ ഉണ്ടായി കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണല്ലോ. അങ്ങനെ ആ മാവ് മുറിച്ച്. അപ്പോൾ പിന്നെ ഒളോർ മാങ്ങ, അതേപോലെ ഒളോർ മാങ്ങ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങളെ മുറ്റത്ത് സൈഡിൽ. അതൊക്കെ പോയി. അതൊക്കെ ഒരു കാലം. ഇനി മാങ്ങാക്കാലം. ഇനി കുറച്ച് ഈ പ്രാവശ്യം കുറച്ച് ചിഞ്ചു കുറച്ച് ഉണക്കിയിട്ടുണ്ടായി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉണങ്ങിയത് കറിയിലിട്ട്. ഇനി കുറച്ച് ഈ പ്രാവശ്യം ഉണക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാവിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. മാവ് താഴെ ഉണ്ട് കേട്ടോ. താഴെ ഞങ്ങളെ കൊലായിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണം അവിടെ തന്നെ പൂത്തിട്ടുണ്ട്, നല്ല ഭംഗിയിൽ. എനിക്ക് മനസ്സിന് നല്ലൊരു സന്തോഷമായി. കാരണം അവിടെയൊക്കെ പൂക്കുക എന്ന് പറയുമ്പം നമുക്കൊരു ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ മാവൊക്കെ പൂത്ത് കാണുമ്പോൾ നമുക്ക് ഒരു ഭംഗിയല്ലേ. അപ്പം മാവിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.